ആലിബാബയും 40 കള്ളന്മാരും. കഥ കേട്ടാലോ? ഓടിവായോ എല്ലാരും, തുടങ്ങാല്ലേ. പണ്ട് പണ്ട് പേർഷ്യയിലെ ഒരു പട്ടണത്തിൽ ആലിബാബ, ഖാസിം എന്നീ 2 സഹോദരന്മാരുണ്ടായിരുന്നു. വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഇവരുടേത്. വിവാഹപ്രായമായപ്പോൾ ഖാസിം വലിയൊരു പണക്കാരിയെ വിവാഹം കഴിച്ചു. ആ വിവാഹത്തോടെ അയാൾ പട്ടണത്തിലെ പേരുകേട്ട ഒരു കച്ചവടക്കാരനായി തീർന്നു. ആലിബാബയെ ഭാഗ്യം കടാക്ഷിച്ചില്ല. അയാൾക്ക് പറയത്തക്ക സ്വത്തൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ വിവാഹം കഴിച്ച സ്ത്രീയും പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. എങ്കിലും ഖാസിമിനില്ലാത്ത ഒരു സ്വത്ത് ആലിബാബയ്ക്കുണ്ടായിരുന്നു. അയാൾ സൽസ്വഭാവിയായിരുന്നു, അതുപോലെ തന്നെ വിനയശീലനും. ആലിബാബ നിത്യവൃത്തിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടി. ദിവസവും രാവിലെ തൻ്റെ കഴുതയുമായി അയാൾ കാട്ടിലേക്ക് പോവും. വിറക് വെട്ടി കഴുതയുടെ പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് തിരിക്കും. അത് വിറ്റ് കിട്ടുന്ന ചുരുങ്ങിയ വരുമാനം കൊണ്ടാണ് അയാളും കുടുംബവും ജീവിച്ചു പോന്നത്. ഖാസിം വലിയ ധനികനായിരുന്നുവെങ്കിലും അയാൾ ആലിബാബയെ സഹായിച്ചിരുന്നില്ല. ഒരു ദിവസം രാവിലെ ആലിബാബ പതിവ് പോലെ വിറക് വെട്ടാൻ കാട്ടിലേക്ക് പോയി. നല്ല വിറക് തേടി അയാൾ ഉൾക്കാട്ടിലെത്തി. വിറക് വെട്ടാൻ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും അയാൾ വലിയൊരു ശബ്ദം കേട്ടു. അത് കുതിരക്കുളമ്പടിയുടേതുപോലെ അയാൾക്ക് തോന്നി. ഈ ഘോരവനത്തിൽ ആരാണ് ഈ കുതിരപ്പുറത്ത് കടന്നു വരിക? വല്ല കള്ളന്മാരുമായിരിക്കുമോ? എങ്കിൽ രക്ഷയില്ല. ആലിബാബ വല്ലാതെ പേടിച്ചു പോയി. ശബ്ദം അടുത്തടുത്ത് വന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ആലിബാബ തീരുമാനിച്ചു. അയാൾ തൻ്റെ കഴുതയെ കുറ്റിക്കാട്ടിലെ ഒരു മരച്ചുവട്ടിൽ കെട്ടിയിട്ടു. ആർക്കും ഇപ്പോൾ ആ കഴുതയെ കാണാൻ കഴിയില്ല. അതിനുശേഷം അയാൾ അടുത്തുള്ള വലിയൊരു മരത്തിലേക്ക് വലിഞ്ഞു കയറി. ഇലകളുടെയും ചില്ലകളുടെയും ഇടയിൽ പതുങ്ങിയിരുന്നു. അവിടെ ഇരിക്കുന്ന അയാളെ ഇപ്പോൾ ആർക്കും കാണാൻ കഴിയില്ല. എന്നാൽ അയാൾക്കാകട്ടെ ഇലയുടെ ഇടയിൽ കൂടി എല്ലാം കാണുകയും ചെയ്യാം. ആലിബാബ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കുതിരകൾ കുതിച്ചു വരുന്നു. അവ അടുത്തെത്തിയപ്പോഴേക്കും കുതിരകളുടെ വേഗത കുറഞ്ഞു. ആലിബാബ ഇമ വെട്ടാതെ ആ കാഴ്ച നോക്കിയിരുന്നു. അവരുടെ കൈകളിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. കുതിരകളുടെ പുറത്ത് നല്ല ഘനമുള്ള വീർത്ത സഞ്ചികളും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ അവർ കള്ളന്മാർ തന്നെയാണെന്ന് ആലിബാബ തീർച്ചയാക്കി. ആകെ 40 പേരുണ്ട്. അവർ ആലിബാബ ഇരിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലെത്തി. പേടിച്ച് വിറച്ച് താൻ താഴേക്ക് വീഴുമോ എന്ന് ആലിബാബയ്ക്ക് തോന്നി. ആ മരത്തിൻ്റെ അടുത്ത് വലിയൊരു പാറയുണ്ടായിരുന്നു. പാറയുടെ മുന്നിലെത്തിയപ്പോൾ എല്ലാവരും കുതിരപ്പുറത്ത് നിന്നിറങ്ങി. അവരുടെ ഇടയിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്നു. അയാൾ ആ സംഘത്തിൻ്റെ തലവനാണെന്ന് ആലിബാബയ്ക്ക് മനസ്സിലായി. അയാൾ പാറയുടെ അടുത്ത് ചെന്ന് ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, തുറക്കൂ സെസം. പെട്ടെന്ന് മുന്നിലെ പാറ ഒരു വശത്തേക്ക് നീങ്ങി മാറി. തലവൻ ആ പാറയുടെ ഉള്ളിലേക്ക് കടന്നു. മറ്റുള്ളവർ കുതിരപ്പുറത്ത് നിന്ന് സഞ്ചികൾ അഴിച്ചെടുത്തു. എന്നിട്ട് ആ സഞ്ചികളുമായി അവർ തലവനെ പിന്തുടർന്നു. എല്ലാവരും ഗുഹയ്ക്കകത്ത് കടന്നപ്പോൾ അതിൻ്റെ വാതിലടഞ്ഞു. പുറത്താരും ഉള്ളതായി ആലിബാബയ്ക്ക് തോന്നിയില്ല. എങ്കിലും മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നില്ല. അവർ ഉടനെ പുറത്തു വന്നാലോ എന്ന് ആലിബാബ ഭയന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഗുഹയുടെ വാതിൽ വീണ്ടും തുറക്കപ്പെട്ടു. തുടർന്ന് കള്ളന്മാരെല്ലാം പുറത്തു വന്നു. അവരുടെ കൈകളിൽ ഒഴിഞ്ഞ സഞ്ചികൾ ഉണ്ടായിരുന്നു. എല്ലാവരും പുറത്തെത്തിയപ്പോൾ തലവൻ വീണ്ടും പറഞ്ഞു, അടയ്ക്കൂ സെസം. ഉടനെ പാറവാതിൽ അടഞ്ഞു. കള്ളന്മാർ കയറിയ കുതിരകളുടെ കുളമ്പടി ശബ്ദം അങ്ങാക്കലെ മറഞ്ഞപ്പോൾ ആലിബാബയ്ക്ക് സമാധാനമായി. അതോടെ അയാൾ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി. ആ ഗുഹയ്ക്കുള്ളിൽ എന്താണുള്ളതെന്നറിയാൻ അയാൾ ഗുഹയ്ക്കടുത്തേക്ക് ചെന്നു. കൊള്ളത്തലവൻ പറഞ്ഞ വാക്കുകൾ പരീക്ഷിച്ചാലോ? അയാൾ ഒട്ടും താമസിച്ചില്ല. പെട്ടെന്ന് തന്നെ ആലിബാബ ഉറക്കെ പറഞ്ഞു, തുറക്കൂ സെസം. അത്ഭുതം തന്നെ, ആ പാറവാതിൽ അത് മലർക്കെ തുറന്നു. സന്തോഷം കൊണ്ട് മതിമറന്ന ആലിബാബ ഓടി ഗുഹയ്ക്കകത്തേക്ക് കടന്നു. വളരെ വിശാലമായിരുന്നു ആ ഗുഹയുടെ ഉൾവശം. പാറയുടെ മുകളിലുള്ള ഒരു ദ്വാരത്തിൽ കൂടി പ്രകാശം അകത്തേക്ക് കടക്കുന്നുണ്ടായിരുന്നു. ആ വെട്ടത്തിൽ അപ്പോൾ അവിടെ കണ്ട കാഴ്ച അയാളെ അത്ഭുതപ്പെടുത്തി.
സ്വർണത്തിൻ്റെ ഒരു കൂമ്പാരം. അതിനടുത്തായി വെള്ളി ആഭരണങ്ങളുടെയും പാത്രങ്ങളുടെയും വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ സിൽക്ക് തുണികൾ വേറെയും. കൊള്ള മുതൽ കണ്ട് ആലിബാബ അന്തിച്ചു നിന്നുപോയി. അധിക നേരം നോക്കി നിൽക്കുന്നത് ശരിയല്ല, കള്ളന്മാർ തിരികെ വന്നാലോ. പിന്നീട് ഒട്ടും താമസിച്ചില്ല. വലിയൊരു ചാക്കിൽ സ്വർണ്ണ നാണയങ്ങൾ നിറച്ചെടുത്ത് ആലിബാബ ഗുഹയ്ക്ക് പുറത്തു കിടന്നു. അയാൾ പാറവാതിലിനടുത്തേക്ക് നോക്കി പറഞ്ഞു, അടയ്ക്കൂ സസം. പെട്ടെന്ന് ആ ഗുഹയുടെ വാതിൽ അടഞ്ഞു. ആലിബാബയ്ക്ക് സന്തോഷത്തോടൊപ്പം പരിഭ്രമവും തോന്നി. ആലിബാബ സ്വർണം നിറച്ച ചാക്ക് താങ്ങിയെടുത്ത് കഴുതയുടെ പുറത്ത് വെച്ച് കെട്ടി. എന്നിട്ട് കുറെ വിറക് കൊള്ളികളും മറ്റും അതിൻ്റെ പുറത്ത് വെച്ച് അത് മറച്ചു വെച്ചു. എന്നിട്ട് അയാൾ കഴുതയെ നയിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് നടന്നു. തിടുക്കത്തിൽ വീട്ടിലേക്ക് വന്ന ആലിബാബ വേഗം തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു. എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഭാര്യയോട് പറഞ്ഞു. ആലിബാബ വിറക് കെട്ട് കഴുതപ്പുറത്തു നിന്ന് വലിച്ചു മാറ്റി. എന്നിട്ട് ഭാര്യയുടെ സഹായത്തോടെ സ്വർണം നിറച്ച ചാക്ക് കെട്ട് വീടിനകത്തേക്ക് കൊണ്ടുപോയി. വാതിലടച്ച ശേഷം ആലിബാബ ചാക്കിൻ്റെ കെട്ടഴിച്ചു. സ്വർണത്തിൻ്റെ ഒരു കൂമ്പാരം. അതിൻ്റെ പ്രകാശം വീടിനകം മുഴുവൻ പരന്നുകൊണ്ടിരുന്നു. അവർക്കത് എത്രയുണ്ടെന്നറിയാൻ ധൃതിയായി. ഒരു അളവ് പാത്രത്തിൽ വാരി അളന്ന് നോക്കുകയേ തരമുള്ളൂ. അങ്ങനെയൊരു അളവ് പാത്രം ആലിബാബയുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ചേട്ടൻ കാസിമിൻ്റെ വീട്ടിൽ അളവ് പാത്രമുണ്ട്. അത് വാങ്ങിക്കൊണ്ട് വരാനായി ഭാര്യയെ ആലിബാബ അവിടേക്ക് പറഞ്ഞു വിട്ടു. ചേട്ടത്തി, ആ അളവ് പാത്രം ഒന്ന് തരാമോ? ആലിബാബയുടെ ഭാര്യ ചോദിച്ചു. ഇവർക്ക് എന്തിനാ ഇപ്പോൾ ഈ പാത്രം? കാസിമിന് ഭാര്യ ചിന്തിച്ചു. ജിജ്ഞാസ അടക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അളവ് പാത്രത്തിൻ്റെ അടിയിൽ ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിൽ കുറച്ച് പശ തേച്ച് വെച്ചു. അളക്കുന്ന സാധനം എന്തു തന്നെയായാലും അടിയിൽ അല്പം പറ്റാതിരിക്കില്ലല്ലോ. അങ്ങനെ ഓർത്തുകൊണ്ട് വളരെ സ്വാഭാവികമായ രീതിയിൽ തന്നെ അവൾ പാത്രമെടുത്ത് ആലിബാബയുടെ ഭാര്യയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ആലിബാബയും ഭാര്യയും കൂടി സ്വർണം മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തി. എന്നിട്ട് അതെല്ലാം തോട്ടത്തിൽ ഒരിടത്ത് ഭദ്രമായി കുഴിച്ചിട്ടു. അപ്പോൾ തന്നെ അളവ് പാത്രം കാസിമിനെ തിരികെ കൊടുക്കുവാനായി ആലിബാബയുടെ ഭാര്യ പുറപ്പെടുകയും ചെയ്തു. അളവ് പാത്രം കൊണ്ടുവരുന്നതും കാത്ത് കാസിമിൻ്റെ ഭാര്യ വീടിൻ്റെ വാതിക്കൽ ഇരിക്കുകയായിരുന്നു. അളവ് പാത്രം കയ്യിൽ കിട്ടിയ പാടെ തന്നെ കാസിമിൻ്റെ ഭാര്യ അതിൻ്റെ അടിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾക്ക് സ്വന്തം കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ പശ തേച്ച സ്ഥലത്ത് ഒരു സ്വർണ്ണ നാണയം ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അതെ, ശരിക്കും സ്വർണ്ണ നാണയം തന്നെ. കാസിമിൻ്റെ ഭാര്യ അതുമായി ഭർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി. കണ്ടോ കണ്ടോ, ഇതാ പാത്രത്തിനടിയിൽ ഒരു സ്വർണ്ണ നാണയം. സ്വർണ്ണ നാണയം അളക്കാനാണ് അളവ് പാത്രം ആലിബാബ കൊണ്ടുപോയത്. കാസിമിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ അനുജൻ ഇന്ന് നിങ്ങളെക്കാൾ വലിയ പണക്കാരനാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അവൾ അത്ഭുതപ്പെട്ടു. നീ കാര്യം പറയൂ. കാസിം തിടുക്കപ്പെട്ടു. അവൾ കാസിമിനോട് നടന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു. ഒടുവിൽ അവൾ ആ സ്വർണ്ണ നാണയം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കണ്ടപ്പോൾ കാസിമിന് വിശ്വാസമായി. അന്ന് രാത്രി കാസിമിന് തീരെ ഉറക്കം വന്നില്ല. ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് തൻ്റെ സഹോദരൻ ഒരു പണക്കാരനായി മാറിയിരിക്കുന്നു. ആലോചിക്കും തോറും അസൂയയും നിരാശയും കൊണ്ട് കാസിമിൻ്റെ ഉള്ളം പുകഞ്ഞു തുടങ്ങി. ആലോചിച്ച് ഒരു പോള കണ്ണടയ്ക്കാതെ അയാൾ നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് നേരം പുലർന്നു. ഉടനെ തന്നെ കാസിം അനുജനെ ആളയച്ചു വരുത്തി. എന്നിട്ട് കാസിം ആലിബാബയോട് വിവരങ്ങളൊക്കെ സൂക്ഷ്മമായും രഹസ്യമായും ചോദിച്ചറിഞ്ഞു. രഹസ്യം പുറത്തായത് എങ്ങനെയെന്നറിയാതെ ആലിബാബ വിവശനായി. കാസിം എത്ര ചോദിച്ചിട്ടും ആദ്യമൊന്നും ആലിബാബ സത്യം പറഞ്ഞില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ അധികാരികളെ അറിയിക്കുമെന്നും സ്വർണ്ണ നാണയം തെളിവായി കൊടുക്കുമെന്നും കാസിം ആലിബാബയെ ഭീഷണിപ്പെടുത്തി. ആലിബാബയ്ക്ക് ഭയമായി. ചേട്ടൻ അധികാരികളെ അറിയിച്ചാലോ? അതുകൊണ്ട് ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ ആലിബാബ ചേട്ടനെ അറിയിച്ചു. കാട്ടിൽ പോവുക, തുറക്കൂ സെസോം എന്ന് പറയുക, സ്വർണം വാരുക, മടങ്ങുക. കാര്യം എത്ര എളുപ്പം. കാസിമിന് കാട്ടിൽ പോകാൻ തിടുക്കമായി. അന്ന് രാത്രിയിലും കാസിമിനും ഭാര്യയ്ക്കും ഉറങ്ങാനേ കഴിഞ്ഞില്ല. പാറയ്ക്കുള്ളിലെ സ്വർണത്തെപ്പറ്റി മാത്രമായിരുന്നു അവരുടെ ചിന്ത. അങ്ങനെ തന്നെ ഓർത്തുകൊണ്ടവർ ആ രാത്രിയും വെളുപ്പിച്ചു. പുലരാൻ
7:30 രാവുള്ളപ്പോൾ തന്നെ കാസിം കുറെ ചാക്കുകളും എടുത്ത് തയ്യാറായി. എന്നിട്ട് 10 കഴുതകളെയും കൂട്ടി കാട്ടിലേക്ക് പുറപ്പെട്ടു. ഉച്ചയാകാറായപ്പോഴേക്കും അയാൾ പാറക്കെട്ടിനടുത്തെത്തി. അതിൻ്റെ മുന്നിലെത്തിയ കാസിം ഉടനെ വിളിച്ചു പറഞ്ഞു, തുറക്കൂ സസേം. പാറവാതിൽ ഒരു വശത്തേക്ക് നീങ്ങിപ്പോയി. അയാൾ അത്ഭുതപ്പെട്ടെങ്കിലും അല്പം പോലും സമയം കളയാതെ തിടുക്കത്തിൽ ഉള്ളിൽ പ്രവേശിച്ചു. തിരിഞ്ഞു നിന്ന് അടയ്ക്കൂ സസേം എന്ന് പറയുന്നതും വാതിൽ അടയുകയും ചെയ്തു. അകത്ത് കടന്ന കാസിമിന് അത്ഭുതത്തിന് അതിരില്ലായിരുന്നു. സ്വർഗലോകത്തെത്തിയ പ്രതീതി. സ്വർണവും വെള്ളിയും മറ്റും കണ്ട് അയാളോട് കണ്ണു മഞ്ഞളിച്ചു. കയ്യിൽ കരുതിയിരുന്ന ചാക്കുകളിൽ അയാൾ സ്വർണം വാരി നിറച്ചു. വാരി നിറച്ചുകൊണ്ടിരുന്നതിനാൽ സമയം പോയത് അയാൾ അറിഞ്ഞില്ല. 10 ചാക്കുകളും നിറഞ്ഞപ്പോൾ അയാൾ ഓരോന്നായി വാതിലിനടുത്തേക്ക് താങ്ങി പിടിച്ചുകൊണ്ട് വന്നു. വാതിൽ തുറക്കാനായി എന്തോ പറയണമല്ലോ എന്നയാൾ അപ്പോഴാണ് ഓർത്തത്. സ്വർണം വാരുന്നതിനിടയിൽ അയാൾ അത് മറന്നുപോയിരുന്നു. അയാൾ തുറക്കൂ തുറക്കൂ എന്നെല്ലാം ആവർത്തിച്ച് പറഞ്ഞു നോക്കി. എന്തോ ധാന്യത്തിൻ്റെ പേരാണെന്നറിയാം, പക്ഷേ അതെന്താണെന്ന് മാത്രം ഓർമ്മ വരുന്നില്ല. കാസിമിന് താൻ അകപ്പെട്ടിരിക്കുന്ന അപകടത്തിൻ്റെ ഭീകരതയെപ്പറ്റി അപ്പോഴേക്കും ബോധ്യമായി. എങ്ങനെയെങ്കിലും ആ വാക്ക് കണ്ടുപിടിക്കാൻ അയാൾ കിണഞ്ഞു പരിശ്രമിച്ചു. സമയം വേഗം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. കള്ളന്മാർ വരുന്നതിന് മുമ്പ് ശേഖരിച്ചതൊക്കെ വീട്ടിലെത്തിക്കണം. എന്നിട്ട് അവർ കാണാതെ രക്ഷപ്പെടണം. കാസിം വീണ്ടും ഓർത്തു നോക്കി. എന്തായിരുന്നു ആ വാക്ക്? മറന്നുപോയല്ലോ. തുറക്കൂ തുറക്കൂ. വളരെ നേരം ശ്രമിച്ചിട്ടും ആദ്യത്തെ ആ വാക്ക് മാത്രമേ അയാളുടെ നാവിൽ കറങ്ങി തിരിഞ്ഞു വന്നുള്ളൂ. അപകടത്തെപ്പറ്റി ഓർക്കും തോറും അയാളുടെ കൈകാലുകൾ തളർന്നു. സ്വർണം വേണ്ട, എങ്ങനെയെങ്കിലും ജീവനോടെ പുറത്തു കടന്നാൽ മാത്രം മതിയെന്നായി അയാൾക്ക്. നേരം ഒരുപാട് വൈകി. കള്ളന്മാർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പാറയുടെ അടുത്തെത്തിയപ്പോൾ അവിടെ കുറെ കഴുതകളെ കണ്ടു. ഈ കഴുതകൾ എങ്ങനെ ഇവിടെ എത്തി? കഴുതയോടൊപ്പം തീർച്ചയായും ആളുകളും കാണും. ആരൊക്കെയോ തങ്ങളുടെ താവളം കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാണുന്ന മാത്രയിൽ കീഴ്പ്പെടുത്തണമെന്ന വിചാരത്തോടെ കള്ളന്മാർ വാളുകളും ഉയർത്തിക്കൊണ്ട് കുറ്റിക്കാട്ടിൽ തിരയാൻ തുടങ്ങി. പക്ഷേ അവിടെയെങ്ങും ആരെയും കാണാൻ കഴിഞ്ഞില്ല. പുറത്ത് കുതിരകളുടെ കുളമ്പടി കേട്ടപ്പോൾ കാസിം ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു. പെട്ടെന്ന് ചാടി രക്ഷപ്പെടാമെന്ന ഉദ്ദേശത്തോടെ അയാൾ വാതിലിന് പിന്നിൽ പോയി ഒളിച്ചു നിന്നു. കള്ളന്മാരുടെ തലവന്റെ ഉറക്കെയുള്ള ശബ്ദം അയാൾ കേട്ടു. തുറക്കൂ സസേം. ഉടൻ വാതിൽ തുറന്നു. കാസിമിന് പുറത്തേക്ക് ചാടാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ കള്ളന്മാർ അയാളെ വെട്ടി വീഴ്ത്തി. അത്യാഗ്രഹിയായ കാസിം പല കഷ്ണങ്ങളായി. കള്ളന്മാർ അകത്ത് കയറി പരിശോധിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ കാസിം കെട്ടിവെച്ച സ്വർണം നിറച്ച ചാക്കുകൾ കണ്ടു. ഒരു മനുഷ്യൻ ഗുഹയ്ക്കകത്ത് കടന്നു എന്ന വസ്തുത കള്ളന്മാരെ വല്ലാതെ ഭയപ്പെടുത്തി. എങ്ങനെയാണ് അയാൾ അകത്ത് കടന്നത്? മറ്റാരെങ്കിലും ഈ രഹസ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവുമോ? ഒടുവിൽ അതിനൊരു പണി പറ്റിക്കാൻ അവർ തീരുമാനിച്ചു. കാസിമിന്റെ ശരീരത്തിൽ 2 തുണ്ടം ഗുഹയുടെ പുറത്തും ബാക്കി 2 അകത്തും തൂക്കിയിട്ടു. അത് കണ്ടാൽ ആരും ഭയപ്പെട്ട് അടുത്തേക്ക് വരില്ല എന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു. കള്ളന്മാർ വീണ്ടും അവരുടെ പണികൾ തുടരുന്നതിനായി പുറത്തേക്ക് പോയി. രാത്രിയായി. കാസിം തിരിച്ചു വന്നില്ല. അയാളുടെ ഭാര്യയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. അവൾ അടുത്ത വീട്ടിൽ ചെന്ന് ആലിബാബയുടെ വിവരം പറഞ്ഞു. ആലിബാബയ്ക്ക് കാസിം ജീവനോടെ ഉണ്ടായിരിക്കുമോ എന്നതായിരുന്നു സംശയം. പക്ഷേ അവളോടൊന്നും തുറന്നു പറഞ്ഞില്ല. കഴിയുന്ന തരത്തിൽ സമാധാനിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സ്വർണവും കൊണ്ട് രാത്രിയിലേ തിരിച്ചു വരാൻ പറ്റൂ. അതുകൊണ്ട് രാത്രിയിൽ യാത്ര ചെയ്യാൻ കാത്തിരിക്കുകയാവും. ആലിബാബ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് ശരിയായിരിക്കുമെന്ന് കരുതി അവൾ സമാധാനത്തോടെ തിരികെ പോയി. അർദ്ധരാത്രിയായിട്ടും കാസിം തിരിച്ചു വന്നില്ല. കാസിമിൻ്റെ ഭാര്യ രാവിലെ തന്നെ ആലിബാബയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് വിവരം അറിയിച്ചു. ആലിബാബ പിന്നെ മടിച്ചു നിന്നില്ല. അയാൾ 3-4 കഴുതകളുമായി ചേട്ടനെ തേടി പുറപ്പെട്ടു. വഴിയിലൊന്നും കാസിമിനെ കണ്ടില്ല. ഒടുവിൽ അയാൾ പാറയുടെ അടുത്തെത്തി. അവിടെ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. സ്വന്തം ജ്യേഷ്ഠൻ്റെ ചില ശരീരഭാഗങ്ങൾ. ബാക്കി എവിടെയെന്ന് അന്വേഷിക്കാൻ അയാൾ പാറവാതിലിൻ്റെ അടുത്തെത്തി മാന്ത്രിക വാക്യം ഉച്ചരിച്ചപ്പോൾ വാതിൽ തുറന്നു. അകത്ത് കടന്നപ്പോൾ കാസിമിൻ്റെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗം കൂടി ആലിബാബയ്ക്ക് കാണാൻ കഴിഞ്ഞു.
സ്വന്തം സഹോദരന്റെ ശരീരത്തിന്റെ ഈ അവസ്ഥ കണ്ട് വേദന തോന്നിയെങ്കിലും കൂടുതൽ ആലോചിച്ച് സമയം കളയാൻ അയാൾ തയ്യാറായില്ല. സഹോദരന്റെ ശരീരഭാഗങ്ങൾ ചാക്കിലാക്കി ഒരു കഴുതയുടെ പുറത്ത് വച്ചു കെട്ടി. സ്വർണ്ണ നാണയം നിറച്ച ചാക്കുകൾ മറ്റു 2 കഴുതകളുടെ പുറത്തും വച്ചു. വിറകുകൾ അടുക്കി അയാൾ ചാക്കുകൾ മൂടി. എന്നിട്ട് കഴുതകളുമായി ആലിബാബ വീട്ടിലേക്ക് തിരിച്ചു വന്നു. തന്നെ ആരും കാണരുതെന്ന് കരുതി അയാൾ നേരം ഇരുട്ടിയ ശേഷമാണ് വീട്ടിലെത്തിയത്. സ്വർണ്ണച്ചാക്കുകൾ അയാൾ സ്വന്തം വീട്ടിലേക്ക് എടുത്തു വെച്ചു. സഹോദരന്റെ ശവശരീരം കയറ്റിയ കഴുതയെ കാസിമിന്റെ വീട്ടിലേക്കും കൊണ്ടുപോയി. കാസിമിന്റെ വീട്ടിൽ മോർജിയാന എന്നു പേരുള്ള സമൃദ്ധയും അടിമയുമായ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. ആലിബാബ അവളെ വിളിച്ച് വിവരങ്ങളെല്ലാം അറിയിച്ചു. ആരും കാസിമിന്റെ മരണം അറിയാൻ ഇടവരുതെന്നും രഹസ്യമായി തന്നെ ശവസംസ്കാരം നടത്താനുള്ള വഴി കണ്ടെത്തണമെന്നും ആലിബാബ അവളെ ഓർമ്മിപ്പിച്ചു. തുടർന്നയാൾ കാസിമിന്റെ ഭാര്യയോടും എല്ലാം പറഞ്ഞു. പിന്നീട് അയാൾ അവരോട് ഇപ്രകാരം നിർദ്ദേശിച്ചു: ഈ നടന്നതൊന്നും മറ്റൊരു ജീവി പോലും അറിയാൻ പാടില്ല. അതറിഞ്ഞാൽ കൊള്ളക്കാർ നമുക്കെതിരെ തിരിയും. ജ്യേഷ്ഠനെപ്പറ്റി പലരും അന്വേഷിക്കും. അപ്പോൾ അദ്ദേഹം അസുഖം വന്ന് മരിച്ചെന്ന് പറഞ്ഞാൽ മതി. കാസിമിന്റെ ഭാര്യ ഭർത്താവിന്റെ മരണത്തെപ്പറ്റി കേട്ട ഉടനെ തന്നെ അലറി കരഞ്ഞു തുടങ്ങി. ഇനി കരഞ്ഞിട്ട് ഫലമൊന്നുമില്ല. തുടർന്നുള്ള കാര്യങ്ങൾ വിവേകത്തോടെ ചെയ്യുകയാണ് വേണ്ടത്, ആലിബാബ അവരോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ മോർജിയാന അടുത്തുള്ള വൈദ്യരുടെ അടുത്തേക്ക് ഓടുന്നതാണ് നാട്ടുകാർ കണ്ടത്. അവിടെ എത്തി കിതച്ചുകൊണ്ട് അവൾ വൈദ്യരോട് പറഞ്ഞു: വൈദ്യരെ, എനിക്ക് കുറച്ച് മരുന്ന് വേണം. ആർക്കാണ് സുഖേട്? രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ടോ? വൈദ്യൻ ചോദിച്ചു. ഒന്നും പറയണ്ട എൻ്റെ വൈദ്യരെ, എൻ്റെ യജമാനന് തീരെ സുഖമില്ല. കിടന്ന കിടപ്പ് തന്നെയാണ്. കണ്ണ് തുറക്കുന്നുകൂടിയില്ല. വേദന കൂടിയിട്ട് ഞരങ്ങുന്നുണ്ട്. വൈദ്യർ രോഗലക്ഷണങ്ങൾ തിരക്കിയ ശേഷം ചില മരുന്നുകളൊക്കെ അവൾക്ക് കൊടുത്തു. മോർജിയാന അതും വാങ്ങി വന്ന അതേ വേഗത്തിൽ വീട്ടിലേക്ക് തിരിച്ചോടി. ആ ദിവസം കാസിമിന്റെ ഭാര്യയുടെ മുഖത്ത് വലിയൊരു വ്യസനഭാവം ഉണ്ടായിരുന്നു. കാരണം തിരക്കിയവരോടെല്ലാം അവൾ ഭർത്താവിന്റെ രോഗത്തെപ്പറ്റി പറഞ്ഞു. ആലിബാബ വിഷമിച്ചും കരഞ്ഞും പറഞ്ഞുമെല്ലാം ആ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. വൈകുന്നേരമായപ്പോൾ മോർജിയാന വീണ്ടും വൈദ്യരുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എൻ്റെ യജമാനന്റെ നില അതീവ ഗുരുതരമാണ്. അസുഖത്തിന് യാതൊരു കുറവുമില്ല. എന്ത് ചെയ്യാനാണ് വൈദ്യരെ? ഇനി മരുന്നൊന്നുമില്ലേ? അവൾ കരയാൻ തുടങ്ങി. വൈദ്യർ വീണ്ടും ചില മരുന്നുകൾ നൽകി അവളെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു. കാസിമിന്റെ വീടിനടുത്ത് മുസ്തഫ എന്ന പേരുള്ള ഒരു ചെരുപ്പ് കുത്തി താമസിച്ചിരുന്നു. അയാൾ എന്നും അതിരാവിലെ തന്നെ തന്റെ കട തുറക്കാറുണ്ട്. പിറ്റേന്ന് കാലത്ത് മോർജിയാന മുസ്തഫയുടെ കടയിൽ ചെന്നു. അവൾ ആദ്യമേ തന്നെ അയാൾക്കൊരു സ്വർണ്ണ നാണയം കൊടുത്തു. അത്ഭുതപ്പെട്ടു നിന്ന മുസ്തഫയോട് മോർജിയാന പറഞ്ഞു: മുസ്തഫ, നിങ്ങൾ ചെരുപ്പ് തുന്നുന്ന ആയുധങ്ങളും എടുത്ത് എൻ്റെ കൂടെ വരിക. പക്ഷേ ഒരു കാര്യം, നിങ്ങളുടെ കണ്ണ് കെട്ടിയായിരിക്കും ഞാൻ നിങ്ങളെ കൊണ്ടുപോവുക. അതിന് സമ്മതമാണോ? ജോലിക്ക് മുമ്പേ കൂലി ലഭിച്ചു കഴിഞ്ഞല്ലോ. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷേ അയാൾ പാതിക്ക് നിർത്തി. പേടിക്കാനൊന്നുമില്ല മുസ്തഫ, ഇത് രഹസ്യമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, മോർജിയാന പറഞ്ഞു. ശരി ശരി, ഞാൻ വരാം. അയാൾ സമ്മതിച്ചു. മോർജിയാന തൂവാല കൊണ്ട് മുസ്തഫയുടെ കണ്ണുകൾ കെട്ടി. എന്നിട്ട് അയാളെയും കൂട്ടിക്കൊണ്ട് കാസിമിന്റെ വീട്ടിലേക്ക് പോയി. കാസിമിന്റെ ശവം കിടത്തിയിരുന്ന മുറിയിലെത്തിയതിനു ശേഷം മാത്രമേ അവൾ മുസ്തഫയുടെ കണ്ണിലെ കെട്ടഴിച്ചുള്ളൂ. അന്തിച്ചു നിന്ന മുസ്തഫയോട് മോർജിയാന പറഞ്ഞു: മുസ്തഫ, നിങ്ങൾ കാണുന്ന ഈ ശവശരീരത്തിന്റെ ഭാഗങ്ങൾ തുന്നിക്കൂട്ടണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ജോലി. നന്നായി ചെയ്തു തീർത്താൽ നിങ്ങൾക്ക് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ കൂടി ഞാൻ തരും. മുസ്തഫയ്ക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. എങ്കിലും അയാൾ മടിച്ചു നിൽക്കാതെ ജോലി തുടർന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് മുസ്തഫ തൻ്റെ ജോലി പൂർത്തിയാക്കി. പറഞ്ഞ പോലെ തന്നെ കുറെ സ്വർണ്ണ നാണയങ്ങൾ കൂടി കൊടുത്ത് മോർജിയാന അയാളെ സന്തോഷിപ്പിച്ചു. മോർജിയാന വീണ്ടും അയാളുടെ കണ്ണുകൾ കെട്ടി അയാളെ കടയിൽ തിരികെ എത്തിച്ചു. മുസ്തഫയിൽ നിന്നും രഹസ്യം ചോരുമോ എന്നൊരു പേടി അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം വളരെ രഹസ്യമായിരിക്കണമെന്ന് മുസ്തഫയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടാണ് അവൾ മടങ്ങിപ്പോന്നത്. അന്ന് രാത്രി കാസിമിന്റെ വീട്ടിൽ നിന്ന് ഒരു കൂട്ട നിലവിളി ഉയർന്നു. അയാൾ മരിച്ചു പോയിരിക്കാമെന്ന് കേട്ടവരെല്ലാം ചിന്തിച്ചു. അടുത്ത ദിവസം രാവിലെ കാസിമിന്റെ ശവസംസ്കാരം ഭംഗിയായി നടത്തി. അതിൽ പങ്കെടുത്തവരെല്ലാം കാസിമിന് ഏതോ വലിയ രോഗം ബാധിച്ചു മരിച്ചു എന്ന് തന്നെയാണ് കരുതിയത്. വീണ്ടും ദിവസങ്ങൾ ഒഴുകിപ്പോയി.
ആലിബാബ തൻ്റെ വീട്ടുപകരണങ്ങളും സ്വത്തുക്കളും എല്ലാം കാസിമിൻ്റെ വീട്ടിലേക്ക് മാറ്റി. അവർ കുടുംബസമേതം ആ വീട്ടിലേക്ക് കുടിയേറി. അതുകൂടാതെ ആ നാട്ടിലെ ആചാരപ്രകാരം അയാൾ കാസിമിൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുകയും ചെയ്തു. കാസിം കച്ചവടം നടത്തിയിരുന്ന കട ആലിബാബ തൻ്റെ മൂത്ത മകന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ യാതൊരു സംശയവും ആർക്കും ഉണ്ടാകാത്ത തരത്തിലാണ് ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ കള്ളന്മാർ അവരുടെ സങ്കേതത്തിലേക്ക് തിരിച്ചെത്തി. കെട്ടിത്തൂക്കിയിട്ടിരുന്ന ശവം കാണാത്തത് കൊണ്ട് അവർ വല്ലാതെ പരിഭ്രമിച്ചു. അകത്ത് കടന്നു നോക്കിയപ്പോൾ സ്വർണവും കുറവാണെന്ന് കണ്ടു. അതോടെ അവർക്ക് വല്ലാതെ ഭയമായി. തങ്ങളുടെ രഹസ്യം അറിയാവുന്നത് രണ്ടാളുകൾക്കായിരുന്നു. അതിലൊരാളെ കൊന്നു. മറ്റൊരാൾ എവിടെയായിരിക്കും? അയാൾ മരിച്ച ആളുടെ ബന്ധുവായിരിക്കുമോ, അതോ കൂട്ടുകാരനോ? ആരായാലും അയാൾ തന്നെ ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ. ഇക്കണക്കിന് പോയാൽ തങ്ങൾ ശേഖരിക്കുന്ന ധനം മാത്രമല്ല, ജീവൻ കൂടി നഷ്ടപ്പെടും. രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ തങ്ങളുടെ സങ്കേതം കണ്ടുപിടിച്ച ആളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക തന്നെ വേണം. അയാളെ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് അവരെല്ലാവരും തല പുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി. നിങ്ങളിൽ ഒരാൾ നാട്ടിലേക്ക് പോകണം. നമ്മൾ കൊന്നതുപോലെ ഏതെങ്കിലും ഒരു മരണം നാട്ടിൽ നടന്നിട്ടുണ്ട് എന്നാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക. അങ്ങനെയുണ്ടെന്നറിഞ്ഞാൽ നാം രക്ഷപ്പെട്ടു. നമ്മുടെ സ്വത്തിനും ജീവനും അപകടം വരുത്തുന്ന ഒരു പ്രശ്നമാണിത്. നാം വളരെ സൂക്ഷിക്കണം. ആരാണ് നാട്ടിലേക്ക് പോകുന്നത്? ശ്രദ്ധിച്ചു കേൾക്കുക. പോകുന്നതാരോ അയാൾ പരാജയപ്പെട്ടാൽ മരിക്കാനാണ് അവൻ്റെ വിധി. കള്ളന്മാർ കൂടി ആലോചിച്ചു. ഒടുവിൽ ഒരാൾ പറഞ്ഞു, ഞാൻ പോകാൻ നേതാവേ. അയാൾ വേഷം മാറി നാട്ടിലേക്ക് പുറപ്പെട്ടു. അതിരാവിലെ തന്നെ അയാൾ അവിടെ എത്തിച്ചേർന്നു. കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. അവൻ തെരുവിലൂടെ കുറേ അലഞ്ഞു തിരിഞ്ഞു. അതിനിടയിൽ ഒരു കട മാത്രം തുറന്നിരിക്കുന്നത് അയാൾ കണ്ടു. ഒരു ചെരുപ്പുകുത്തിയുടെ കട. അയാൾ ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവിടെ എത്തിയ കള്ളൻ ചോദിച്ചു, ഏയ് അമ്മാവാ, നിങ്ങൾക്ക് നല്ല പ്രായമുണ്ടല്ലോ. എന്നാലും ഇല്ലാത്ത വെട്ടത്തിലിരുന്ന് ചെരുപ്പ് തുന്നാൻ തക്ക കാഴ്ച നിങ്ങൾക്കുണ്ടല്ലേ? ആ ചോദ്യം മുസ്തഫയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് നല്ല കൂത്ത്. നിങ്ങൾക്ക് എന്നെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? ഇല്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ പറയില്ലായിരുന്നു. കണ്ടില്ലേ, ഞാൻ ഇപ്പോഴും നല്ല അസലായിട്ട് തുന്നും. ഈ പ്രായത്തിലും അതിന് തക്ക കാഴ്ചയൊക്കെ എൻ്റെ കണ്ണിനുണ്ട്. ഒട്ടും വെട്ടമില്ലാത്ത മുറിയിലിരുന്ന് വെട്ടി കണ്ടിച്ചിട്ടിരുന്ന ഒരു ശവം ഞാൻ തുന്നിക്കൂട്ടിയിട്ട് അധിക ദിവസമായില്ല. കള്ളൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. പക്ഷേ തൻ്റെ സന്തോഷം കള്ളൻ പുറത്ത് കാണിച്ചില്ല. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ കള്ളൻ ഉത്സാഹമായി. എങ്കിലും തിടുക്കം പുറത്ത് കാട്ടാതെ കള്ളൻ ചോദിച്ചു, വെട്ടിക്കണ്ടിച്ചിട്ടിരിക്കുന്ന ശവമോ? ഏയ്, അത് കള്ളം. അങ്ങനൊന്ന് എവിടുന്ന് കിട്ടാൻ? കള്ളമൊന്നുമല്ല, കഷണമായി കിടന്ന ശവം തന്നെ. അത് ഞാൻ തന്നെയാണ് കൂട്ടിത്തുന്നിയത്. ഇത്രയും പറഞ്ഞത് തന്നെ അധികം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. മുസ്തഫ പറഞ്ഞു. നിങ്ങൾ കള്ളം പറയുകയാ? ശവം കൂട്ടിത്തുന്നിയെന്നോ? അതും ഈ നാട്ടിൽ? ഒന്നും അറിയാത്ത മട്ടിൽ കള്ളം പറഞ്ഞത് കേട്ട് മുസ്തഫയ്ക്ക് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. ഈ കൈകൊണ്ടാണ് ഞാൻ തുന്നിക്കെട്ടിയത്. എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. കള്ളൻ ഒരു സ്വർണ്ണ നാണയം മുസ്തഫയ്ക്ക് കൊടുത്തിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആ വീട് കാണിച്ചു തരാൻ പറ്റുമോ? ഏത് വീട്? നിങ്ങൾ ശവം തുന്നി കൂട്ടിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ, ആ വീട്. അതിന് ബുദ്ധിമുട്ടാണ്. എൻ്റെ കണ്ണ് കെട്ടിയാണ് അവിടേക്ക് അവർ എന്നെ കൊണ്ടുപോയത്. ഇതുകൂടി കേട്ടപ്പോൾ താൻ അന്വേഷിക്കുന്ന കാര്യം ഇത് തന്നെയാണെന്ന് കള്ളൻ ഉറപ്പായി. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ കണ്ണ് കെട്ടിയാൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകാൻ കഴിയുമോ? കഴിയുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ല സമ്മാനം തരാം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് ഞാനങ്ങ് തീർച്ചപ്പെടുത്തും. കള്ളമൊന്നുമല്ല, കണ്ണ് കെട്ടിയാൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. മുസ്തഫ സമ്മതിച്ചു. എന്നാൽ അതൊന്ന് കാണട്ടെ, കള്ളൻ പറഞ്ഞു. മുസ്തഫ ഉടനെ തന്നെ കട പൂട്ടിയിട്ട് നിരത്തിലേക്കിറങ്ങി. കള്ളനാകട്ടെ ചെരുപ്പ് കുത്തിയുടെ കണ്ണുകൾ തൂവാല കൊണ്ട് മൂടിക്കെട്ടുകയും ചെയ്തു. മുസ്തഫ മുന്നോട്ട് നടന്നു തുടങ്ങി. കള്ളൻ അയാളെ പിന്തുടർന്നു. നടന്നവർ കാസിമിൻ്റെ വീടിനടുത്തെത്തി. അപ്പോൾ മുസ്തഫ അവിടെ നിന്നു. ഞാൻ പോയ വീട് ഇതാണെന്നാണ് തോന്നുന്നത്, അയാൾ പറഞ്ഞു. ഇത് തന്നെയാണെന്ന് തീർച്ചയാണോ? കള്ളൻ ചോദിച്ചു. അതെ, ആ വീടാണ് ഇത്, തീർച്ച. കള്ളന് വളരെ സന്തോഷമായി.
അയാൾ കുപ്പായത്തിന്റെ കീശയിൽ നിന്ന് ഒരു ചോക്കെടുത്ത് ആ വീടിന്റെ വാതിലിൽ അടയാളമായി ഒരു ഗുണന ചിഹ്നം വരച്ചു. ഒരു സ്വർണ്ണ നാണയം കൂടി മുസ്തഫയ്ക്ക് കൊടുത്ത ശേഷം കള്ളൻ സന്തോഷത്തോടെ താവളത്തിലേക്ക് മടങ്ങി. താവളത്തിലെത്തിയ കള്ളൻ കൊള്ളത്തലവനെ വിവരങ്ങളെല്ലാം അറിയിച്ചു. സ്ഥലം കണ്ടുപിടിച്ച സ്ഥിതിക്ക് അവിടെ എത്തുക, എതിരാളിയെ വകവരുത്തുക, അതുമാത്രമാണ് സംഘത്തിന് ചെയ്യാനുള്ളത്. അവർ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ കുറച്ചു പേർ വേഷം മാറി 2 പേർ വീതം പട്ടണത്തിലേക്ക് പോകണമെന്നാണ് ഒടുവിൽ തീരുമാനിച്ചത്. രാത്രിയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അടയാളമിട്ട വീട് കൊള്ള ചെയ്ത് അതിൻ്റെ ഉടമസ്ഥനെ കൊല്ലുക. അതായിരുന്നു കള്ളന്മാരുടെ പദ്ധതി. അന്ന് കാലത്ത് മോർജിയാന വാതിൽ തുറന്നപ്പോൾ വാതിലിൽ ഒരു ഗുണന ചിഹ്നം കണ്ടു. അതുവരെയില്ലായിരുന്ന ആ അടയാളം കണ്ടപ്പോൾ മോർജിയാനയ്ക്ക് ആശ്ചര്യം തോന്നി. ചതിപ്രയോഗത്തിന്റെ ആരംഭമായിരിക്കും ഇത് എന്നവൾക്ക് തോന്നി. തൻ്റെ യജമാനനാണ് ഈ ചതിയിൽ അകപ്പെടുക എന്നവൾക്ക് മനസ്സിലായി. അവൾ ഒട്ടും സമയം കളയാതെ അതേ അടയാളം ആ തെരുവിലുള്ള എല്ലാ വീടുകളുടെയും വാതിലുകളിലും വരച്ചു. ഈ വിവരം അവൾ ആരോടും പറഞ്ഞുമില്ല. സന്ധ്യ ആയപ്പോൾ കള്ളന്മാർ ഒരു ഇടത്താവളത്തിൽ ഒരുമിച്ച് കൂടി. വീട് കണ്ടുപിടിച്ച കള്ളന്റെ നേതൃത്വത്തിൽ അവർ കാസിമിന്റെ വീട് ലക്ഷ്യമിട്ട് നടന്നു. ഇത് തന്നെയാണ് വീട്, ഇതാ ഞാൻ വരച്ച അടയാളം, ആ വീടിന്റെ മുന്നിലെത്തിയ കള്ളൻ പറഞ്ഞു. അവർ ചുറ്റുപാടും വെറുതെ ഒന്ന് കണ്ണോടിച്ചു. അതാ അവിടെയും അത്തരത്തിലുള്ള അടയാളം, അടുത്ത വീട്ടിലും അതിനടുത്ത വീട്ടിലും ആ അടയാളം തന്നെ കാണുന്നുണ്ട്, ഒരാൾ പറഞ്ഞു. അപ്പോൾ ഏതാണ് ശരിയായ വീട്? എല്ലാ വാതിൽമേലും ഒരേ അടയാളം എങ്ങനെ വന്നു? ആരാണ് ഇതിൻ്റെ പിന്നിൽ? ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ആർക്കും കഴിഞ്ഞില്ല. കള്ളന്മാർ നിരാശരായി താവളത്തിലേക്ക് മടങ്ങി. തലവന്റെ പ്രഖ്യാപനമനുസരിച്ച് അടയാളമിട്ട കള്ളനെ കൊന്നുകളയുകയും ചെയ്തു. പിന്നീട് മറ്റൊരു കള്ളൻ ദൗത്യം ഏറ്റെടുത്തു. അയാൾ പിറ്റേന്ന് നാട്ടിലേക്ക് തിരിച്ചു. തെരുവിലെത്തിയ ഉടനെ അയാളും മുസ്തഫ എന്ന ചെരുപ്പ് കുത്തിയെ അന്വേഷിച്ചു കണ്ടുപിടിച്ച് സ്വർണ്ണ നാണയം കൊടുത്ത് അയാളെ വലയിലാക്കി. ഇപ്രാവശ്യവും മുസ്തഫ കണ്ണുകെട്ടി ശവം തുന്നിച്ചേർത്ത വീടിന്റെ മുന്നിലെത്തി. കള്ളന് അതിയായ സന്തോഷം തോന്നി. അവൻ ആ വീടിന്റെ വാതിക്കൽ ചുവന്ന ചോക്കുകൊണ്ട് ഒരടയാളം വരച്ചു. അത് ആരും കാണാത്ത വിധത്തിൽ വരയ്ക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനുശേഷം കള്ളൻ താവളത്തിലേക്ക് മടങ്ങി. കള്ളന്മാർ അടങ്ങിയിരിക്കില്ലെന്ന് മോർജാനയ്ക്ക് തീർച്ചയായിരുന്നു. അതുകൊണ്ടവൾ പിറ്റേന്ന് കാലത്ത് തന്നെ വാതിൽ തുറന്ന് വീടിന്റെ ചുവരും വാതിലും എല്ലാം നന്നായി പരിശോധിച്ചു. പെട്ടെന്ന് ആ ചുവപ്പടയാളം അവളുടെ കണ്ണിൽപ്പെട്ടു. തൻ്റെ യജമാനന്റെ ജീവൻ അപകടത്തിലാണെന്ന് അതോടെ അവൾക്ക് മനസ്സിലായി. ഒട്ടും താമസിക്കാതെ അത്തരത്തിലുള്ള ഒരടയാളം അവൾ എല്ലാ വീടുകളുടെ വാതിലിന്മേലും വരച്ചു വെച്ചു. അന്ന് രാത്രിയിലും കള്ളന്മാർ തെരുവിലെത്തി. പക്ഷേ അപ്പോഴും അവർക്ക് ശവം തുന്നിക്കൂട്ടിയ വീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം എല്ലാ വാതിലുകളിലും ഒരേ അടയാളമാണ് അവർ കണ്ടത്. അന്നും അവർ നിരാശരായി തിരിച്ചുപോയി. കാട്ടിലെത്തിയ ഉടനെ തലവൻ ആ കള്ളനെയും വധിച്ചു. ഒടുവിൽ കൊള്ളത്തലവൻ തന്നെയാണ് അന്വേഷണത്തിന് പുറപ്പെട്ടത്. അയാൾ നേരെ മുസ്തഫയുടെ അടുത്ത് ചെന്ന് കുറേ സ്വർണ്ണ നാണയങ്ങൾ അയാൾക്ക് കൊടുത്തു. മുസ്തഫ സന്തോഷത്തോടെ വീട് വീണ്ടും കാണിച്ചു കൊടുക്കാൻ പുറപ്പെട്ടു. വീട് കണ്ടുവെങ്കിലും തലവൻ ആ വീടിന് ഒരടയാളവും വരച്ചില്ല. അത് നല്ലവണ്ണം നോക്കി മനസ്സിലാക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതിനുശേഷം അയാൾ താവളത്തിലേക്ക് തിരിച്ചുപോയി. കാട്ടിലെത്തിയ അയാൾ പുതിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. ഞാൻ ഒരെണ്ണക്കച്ചവടക്കാരനായി 38 ഭരണികളുമായി ആ വീട്ടിൽ പോകും. അതിനായി നിങ്ങൾ 38 തോൽഭരണികൾ കൊണ്ടുവരണം. 38 കഴുതകളും വേണം. നിങ്ങൾ ഓരോ ഭരണിയിലും ആയുധധാരികളായി കയറിയിരിക്കണം. അതിനാണ് ഈ 37 ഭരണികൾ. വായു കടക്കാനായി ഭരണിയുടെ അടപ്പിൽ ചെറിയ സുഷിരങ്ങൾ ഇടാം. ബാക്കിയുള്ള ഒരു ഭരണിയിൽ എണ്ണ നിറയ്ക്കണം. 37 ഭരണിയുടെ പുറത്തും അതിൽ എണ്ണയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കുറച്ച് എണ്ണ പുരട്ടിയാൽ മതിയാവും. സമയമാവുമ്പോൾ നിങ്ങൾ പുറത്തു വരാനായി ഞാനൊരു അടയാളം നൽകും. അതുവരെ നിങ്ങൾ ആ ഭരണിയിൽ ഒളിച്ചിരിക്കണം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷം പിറ്റേന്ന് തന്നെ അവർ യാത്ര പുറപ്പെട്ടു. ഓരോ കഴുതയുടെ പുറത്തും ഓരോ ഭരണികൾ വീതം വച്ചുകെട്ടിക്കൊണ്ടായിരുന്നു യാത്ര. സന്ധ്യയായപ്പോൾ തലവൻ പട്ടണത്തിലെത്തി. നേരെ ആലിബാബയുടെ വീട്ടിലേക്കാണ് അയാൾ ചെന്നത്. അയാൾ വാതിലിൽ മുട്ടി. വാതിൽ തുറന്നപ്പോൾ അയാൾ ഇപ്രകാരം പറഞ്ഞു: ഞാനൊരു എണ്ണക്കച്ചവടക്കാരനാണ്. രാത്രി വളരെ വൈകിയതുകൊണ്ട് ഇന്ന് തന്നെ അടുത്ത പട്ടണത്തിൽ കൊണ്ടുപോയി എണ്ണ വിൽക്കാൻ കഴിയില്ല. അവിടെ എനിക്ക് പരിചയക്കാരോ കൂട്ടുകാരോ ആരുമില്ല. അതുകൊണ്ട് നാളെ കാലത്ത് മാത്രമേ അവിടേക്ക് പോകാൻ കഴിയൂ.
നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ ഞാനിന്നു രാത്രിയിൽ ഇവിടെ കഴിയാമെന്ന് കരുതുന്നു. എൻ്റെ എണ്ണഭരണികൾ സൂക്ഷിക്കാനുള്ള ഇടവും കൂടി കിട്ടിയാൽ നന്ന്. നാളെ കാലത്ത് തന്നെ ഞാൻ അതും കൊണ്ട് പൊയ്ക്കൊള്ളാം. താങ്കൾക്ക് സ്വന്തം വീട് പോലെ ഇവിടെ കഴിയാം, ആലിബാബ അയാളോട് വളരെ വിനയത്തോടെ പറഞ്ഞു. കൊള്ളത്തലവൻ ഭരണികൾ വരാന്തയിൽ ഇറക്കി വച്ചതിനു ശേഷം കഴുതകളെ തൊടിയിലേക്ക് മാറ്റി. കഴുതകൾക്ക് തീറ്റി കൊടുക്കാനും കച്ചവടക്കാരന് താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ആലിബാബ വേലക്കാരോട് പറഞ്ഞു. കൊള്ളത്തലവൻ വേഷം മാറിയിരുന്നതുകൊണ്ട് ആലിബാബയ്ക്ക് അയാളെ മനസ്സിലായില്ല. അത്താഴം വിളമ്പിയിട്ട് മോർജാനെ വിളിച്ചപ്പോൾ ആലിബാബ കള്ളനെ കൂടി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അത്താഴത്തിനു ശേഷം വളരെ നേരം അവർ പലതും സംസാരിച്ചിരുന്നു. എന്നിട്ടും ആലിബാബയ്ക്ക് കള്ളനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തുടർന്ന് ആലിബാബ കൊള്ളത്തലവന് ഉറങ്ങാനുള്ള മുറി കാണിച്ചു കൊടുത്തു. ഉറങ്ങുന്നതിന് മുമ്പ് ആലിബാബ മോർജാനയെ വിളിച്ചു. നാളെ പ്രാതലിന് ഈ വിരുന്നുകാരൻ കൂടി ഉണ്ടാകും, അതിനാൽ വളരെ നല്ല ഭക്ഷണം വേണം ഉണ്ടാക്കാൻ. അയാൾ ഉറങ്ങാനായി കിടപ്പറയിലേക്ക് പോയി. കുറെ കഴിഞ്ഞപ്പോൾ കച്ചവടക്കാരൻ തന്റെ കഴുതകളെ നോക്കാനെന്ന ഭാവത്തിൽ പുറത്തേക്ക് വന്നു. അയാൾ ഓരോ ഭരണിയുടെയും അടുത്ത് വന്ന് ഇപ്രകാരം മന്ത്രിച്ചു: സമയമായാൽ ഞാൻ ജനലിൽ കൂടി ഒരു കല്ലെടുത്തെറിയും. അപ്പോൾ കത്തി കൊണ്ട് ഭരണിയുടെ മൂടി തുറന്ന് നിങ്ങൾ പുറത്തു വരണം. 37 ഭരണിയുടെയും അടുത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞ ശേഷം അയാൾ കിടപ്പ് മുറിയിലേക്ക് പോയി. തലവൻ അടയാളം നൽകുന്ന ശബ്ദത്തിനായി കാത്ത് കള്ളന്മാർ ഭരണിക്കുള്ളിൽ കൂടിയിരുന്നു. കുറേയേറെ നേരം കഴിഞ്ഞു. അപ്പോഴും മോർജാന അടുക്കളയിൽ അതിഥിക്കായി പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. എണ്ണക്കുപ്പിയെടുത്ത് പാത്രത്തിലേക്ക് ഒഴിക്കാൻ നോക്കുമ്പോഴാണ് ഒരു തുള്ളി എണ്ണ പോലും കുപ്പിയിലില്ലെന്ന് അവൾ കണ്ടത്. എണ്ണയില്ലാതെ എങ്ങനെ കറി തയ്യാറാക്കും? ഈ രാത്രിയിൽ എവിടെ നിന്ന് എണ്ണ കിട്ടാനാണ്? പെട്ടെന്നാണ് വരാന്തയിലിരിക്കുന്ന എണ്ണഭരണികളെപ്പറ്റി അവൾ ഓർത്തത്. അവൾ ഭരണി തുറന്ന് എണ്ണ എടുക്കുവാൻ തീരുമാനിച്ചു. അവൾ അടുത്തെത്തുന്ന കാലൊച്ച കേട്ടപ്പോൾ ഭരണിയിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നു. സമയമായോ? മോർജാന വല്ലാതെ പേടിച്ചു പോയി. ഇതെന്താണ് എണ്ണ ഭരണിയിൽ നിന്ന് മനുഷ്യ ശബ്ദം കേൾക്കുന്നത്? ഇതിലെന്തോ ചതിയുണ്ടെന്ന് അവൾക്ക് തീർച്ചയായി. അതുകൊണ്ട് ഒട്ടും മടിക്കാതെ മോർജാന പറഞ്ഞു, ഇല്ല, ഇപ്പോഴാകും. അവൾ അടുത്ത ഭരണിയുടെ അടുത്തേക്കും ചെന്നു. അവിടെയും അത് തന്നെയായിരുന്നു അനുഭവം. അവൾ ഇത്തരത്തിൽ 37 ഭരണികളുടെയും അടുത്തേക്ക് ചെന്നു. എല്ലാ ഭരണികളിൽ നിന്നും ഇതേ ചോദ്യം ഉയർന്നു. അവൾ 38ാമത്തെ ഭരണി തുറന്നു. അതിൽ നിറയെ എണ്ണയായിരുന്നു. അപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. തൻ്റെ യജമാനനെ കൊല്ലാൻ എത്തിയതാണ് ഈ കൊള്ളക്കാർ. അവരെ ഒരു പാഠം പഠിപ്പിക്കണം. മോർജാന തീരുമാനിച്ചു. മോർജാന ആ ഭരണിയിലെ എണ്ണയെടുത്ത് നല്ലവണ്ണം തിളപ്പിച്ചു. എന്നിട്ട് ഓരോ ഭരണിയുടെയും മൂടി തുറന്ന് അതിലേക്ക് തിളച്ച എണ്ണ ഒഴിച്ചു. കള്ളന്മാർ അതിലിരുന്ന് വെന്തു മരിച്ചു. കൊള്ളത്തലവൻ ഇതൊന്നും അറിയാതെ എല്ലാവരും ഉറങ്ങുന്നതും കാത്തിരുന്നു. മോർജാന യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ അടുക്കളയിലേക്ക് പോയി പണികളെല്ലാം വേഗത്തിൽ തീർത്തു. എന്നിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിയാനായി വിളക്കണച്ച് അടുക്കളയിലെ ജനലിൻ്റെ അടുത്ത് ഒളിച്ചിരുന്നു. നേരം പാതിര കഴിഞ്ഞു. വിളക്കുകളെല്ലാം അണഞ്ഞതോടെ വീട്ടിലുള്ളവരെല്ലാം ഉറക്കമായെന്നും തൻ്റെ പദ്ധതി തുടങ്ങാനുള്ള സമയമായെന്നും കൊള്ളത്തലവന് തോന്നി. അയാൾ പതുക്കെ എഴുന്നേറ്റ് ജനൽ തുറന്നു. എങ്ങും ശബ്ദമൊന്നുമില്ല, വെളിച്ചവുമില്ല. തലവൻ ഒരു കല്ലെടുത്ത് ഭരണിയുടെ അടുത്തേക്ക് എറിഞ്ഞു. ഒരനക്കവുമില്ല. അയാൾ കല്ലെടുത്ത് രണ്ടാമതും മൂന്നാമതുമൊക്കെ എറിഞ്ഞു നോക്കി. ആരും പുറത്തേക്ക് വന്നില്ല. ഒടുവിൽ തലവൻ പുറത്ത് വരാന്തയിലേക്ക് വന്നു. ഉറങ്ങുകയാണോ? വേഗം എഴുന്നേൽക്കൂ. അയാൾ ഒരു ഭരണിയുടെ അടുത്ത് വന്ന് പതുക്കെ ചോദിച്ചു. മറുപടി ഒന്നും ഉണ്ടായില്ല. അയാൾ ആ ഭരണിയുടെ മൂടി തുറന്നു. മാംസം എണ്ണയിൽ കരിഞ്ഞ മണമാണ് അപ്പോൾ അയാളുടെ മൂക്കിലേക്ക് തുളച്ചു കയറിയത്. അയാൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. തൻ്റെ അനുചരൻ അതിനുള്ളിൽ മരിച്ചിരിക്കുന്നതാണ് അയാൾ കണ്ടത്. പരിഭ്രമിച്ചു പോയ അയാൾ അടുത്ത ഭരണി തുറന്നു. അവിടെയും ആദ്യത്തെ ഭരണിയിലെ അവസ്ഥ തന്നെ. അങ്ങനെ അയാൾ 37 ഭരണിയും തുറന്നു. എല്ലാറ്റിലും അയാളുടെ അനുചരന്മാർ വെന്തു മരിച്ച നിലയിൽ തന്നെ ഇരിക്കുന്നു. എതിരാളി അതിശക്തനാണെന്ന് അയാൾക്ക് ബോധ്യമായി. ഇനി പ്രതികാരം ചെയ്യാൻ ഇവിടെ തങ്ങുന്നത് തൻ്റെ ജീവന് അപകടം വരുത്തുക തന്നെ ചെയ്യും. ഇത്രയും നാൾ തന്നോട് കൂടെ നിന്നവർ ഒരുമിച്ച് അകാല മൃത്യുവിന് ഇരയായി എന്നത് അയാളെ ഏറെ ഭയപ്പെടുത്തുകയും ചെയ്തു. അതോടെ അയാൾ ജീവനും കൊണ്ട് ഓടി. ഈ സംഭവങ്ങളൊക്കെ മോർജാന ഒളിച്ചിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നേരം വെളുത്തു.
ആലിബാബ പതിവ് പോലെ ഉണർന്ന് ദിനകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രാതലിന് വന്നിരുന്നു. തൻ്റെ അതിഥിയെ കൂടി വിളിക്കുവാൻ അയാൾ ജോലിക്കാരനോട് പറഞ്ഞു. അതിഥി സ്ഥലം വിട്ടെന്ന് കേട്ടപ്പോൾ ആലിബാബ ആശ്ചര്യപ്പെട്ടു. അപ്പോൾ മോർജാന ആലിബാബയെ വരാന്തയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് അവൾ ഒരു ഭരണി തുറന്നു കാണിച്ചു. അതിനകത്തിരുന്ന ആയുധധാരിയെ കണ്ട് ആലിബാബ ഭയന്നു പോയി. പേടിക്കേണ്ട, അയാൾ മരിച്ചു കഴിഞ്ഞു, അയാൾ ഒന്നും ചെയ്യില്ല, മോർജാന പറഞ്ഞു. പിന്നീട് അവൾ അടുത്തുള്ള ഭരണികളെല്ലാം തുറന്നു കാണിച്ചു. അതിലെല്ലാം വെന്തു മരിച്ചിരിക്കുന്ന ആയുധധാരികളെ കണ്ടപ്പോൾ ആലിബാബയ്ക്ക് സമാധാനമായി. അവസാനം എണ്ണയുള്ള ഭരണിയും തുറന്നു. അതിനടിയിൽ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ആലിബാബയോട് നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു. ഇവരെല്ലാം ഗുഹയിലെ കള്ളന്മാരാണ്. ഗുഹയുടെ രഹസ്യങ്ങൾ അറിഞ്ഞ എന്നെ കൊല്ലാനാണ് ഇവർ പരിപാടിയിട്ടത്. ഭാഗ്യത്തിൽ അതിൽ 37 പേർ കൊല്ലപ്പെട്ടു. ഇനി തലവൻ ഉൾപ്പെടെ 3 പേരുണ്ട്. അവർ ഇനിയും നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിച്ചേക്കാം. അതുകൊണ്ട് നാം കരുതലോടെ ഇരിക്കണം, ആലിബാബ പറഞ്ഞു. തലവനെ കൂടാതെയുള്ള മറ്റു 2 പേർ വധിക്കപ്പെട്ട കഥ അയാൾ അറിഞ്ഞിരുന്നില്ലല്ലോ. എൻ്റെ ജീവൻ നിനക്ക് കടപ്പെട്ടിരിക്കുന്നു. അതിനെന്ത് പ്രതിഫലം തന്നാലും മതിയാവില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് നിന്നെ സ്വതന്ത്രയാക്കുന്നു. ഇനിമേൽ നീ അടിമയല്ല. കള്ളന്മാർ ഇനിയും വന്നേക്കും. അതിനാൽ നിന്റെ സഹായം എനിക്ക് ഇനിയും വേണ്ടി വരും. അതുകൊണ്ട് നീ ഈ ഭവനത്തിൽ ഒരാളായി ഇവിടെ കഴിയുക, ആലിബാബ മോർജാനയോട് പറഞ്ഞു. യജമാനു വേണ്ടി എന്ത് ചെയ്യാനും മോർജാന തയ്യാറായിരുന്നു. പിന്നീട് ആലിബാബയും ജോലിക്കാരും കൂടി അവരുടെ സ്ഥലത്ത് വലിയൊരു കുഴി കുഴിച്ചു. ഭരണികളെല്ലാം അതിലിട്ട് മൂടി. ആ വീടിനും പറമ്പിനും ചുറ്റും വലിയൊരു മതിലുണ്ടായിരുന്നതുകൊണ്ട് പുറമേയുള്ള നാട്ടുകാർ ആരും തന്നെ ഇതൊന്നും അറിഞ്ഞില്ല. വേലക്കാരാകട്ടെ വളരെ വിശ്വസ്തരായതിനാൽ അവർ ആരോടും ഒന്നും പറഞ്ഞതുമില്ല. പിറ്റേന്ന് കള്ളന്മാരുടെ കഴുതകളെ ആലിബാബയുടെ ജോലിക്കാർ പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു. കൊള്ളത്തലവനാകട്ടെ ആകെ നിസ്സഹായനും നിരാശനുമായി. എന്തു വന്നാലും പ്രതികാരം ചെയ്യണമെന്നുള്ളത് അയാൾക്ക് വാശിയായി. അല്പ ദിവസങ്ങൾക്ക് ശേഷം കൊള്ളത്തലവൻ ഒരു കച്ചവടക്കാരൻ്റെ വേഷം ധരിച്ച് പട്ടണത്തിൽ ചെന്നു. ആലിബാബയുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ പട്ടണത്തിലുള്ളവർ അറിഞ്ഞു കാണുമെന്നാണ് അയാൾ കരുതിയത്. ആ നാട്ടിലെ ആളുകളോട് സംസാരിച്ച് അവരിൽ നിന്നും വിവരങ്ങൾ അറിയാൻ അയാൾ ശ്രമിച്ചു. നാട്ടുകാർ പല കാര്യങ്ങളെയും പറ്റി സംസാരിച്ചെങ്കിലും ഈ സംഭവത്തെപ്പറ്റി മാത്രം ഒന്നും പറഞ്ഞില്ല. അതിൽ നിന്ന് അതാരും അറിഞ്ഞിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. കൊള്ളത്തലവൻ ഒരു വലിയ സിൽക്ക് വ്യാപാരിയായിട്ടാണ് തന്നെത്താൻ പരിചയപ്പെടുത്തിയത്. ഒരു സത്രത്തിൽ താമസിച്ചുകൊണ്ട് തൻ്റെ പട്ടുതുണികൾ വിൽക്കാനുള്ള കട അന്വേഷിച്ച് അയാൾ നടന്നു. ഒടുവിൽ ആലിബാബയുടെ മകൻ്റെ കടയുടെ നേരെ എതിർവശത്തുള്ള കട അയാൾക്ക് ലഭിച്ചു. നല്ല കലക്കൻ കച്ചവടമായിരുന്നു. പട്ടുതുണികളുടെ ഒരു കമനീയ ശേഖരം അവിടെ നിരന്നു. കാട്ടിൽ നിന്ന് തുണികൾ കെട്ടുകെട്ടായി വന്നുകൊണ്ടിരുന്നു. ഖോജ ഹുസൈൻ എന്നാണ് തൻ്റെ പേരെന്നാണ് കൊള്ളത്തലവൻ നാട്ടുകാരോട് പറഞ്ഞത്. അതിവിനയത്തോടും മര്യാദയോടും കൂടിയുള്ള അയാളുടെ പെരുമാറ്റം മൂലം നാട്ടുകാർക്ക് അയാളെ വളരെ ഇഷ്ടപ്പെട്ടു. അയാൾ ആലിബാബയുടെ മകൻ്റെ സുഹൃത്തായി മാറുകയും ചെയ്തു. ഒരു ദിവസം ആലിബാബ മകൻ്റെ കടയിൽ വന്നു. കള്ളൻ അത് കാണാനിടയായി. അത് തന്നെയാണ് തൻ്റെ എതിരാളിയെന്ന് കള്ളൻ മനസ്സിലാക്കുകയും നാട്ടുകാരോട് ചോദിച്ച് അത് ഉറപ്പിക്കുകയും ചെയ്തു. എങ്ങനെയും പകരം ചോദിച്ചേ അടങ്ങുമെന്ന് അയാൾ തീർച്ചപ്പെടുത്തി. ആ ലക്ഷ്യത്തോടെ അയാൾ ആലിബാബയുടെ മകനുമായി ചങ്ങാത്തം കൂടുതൽ ദൃഢമാക്കി. ആലിബാബയുടെ മകനെ സ്വന്തം താമസ സ്ഥലത്തേക്ക് ഖോജ ഹുസൈൻ ക്ഷണിച്ച് സൽക്കരിക്കുകയും വിലയേറിയ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. തന്നെ ഇത്രയേറെ സൽക്കരിക്കുന്ന ഖോജ ഹുസൈനിനെ താനും വീട്ടിലേക്ക് ക്ഷണിക്കേണ്ടതാണല്ലോ എന്ന് ആലിബാബയുടെ മകന് തോന്നി. അയാൾ അത് ആലിബാബയെ അറിയിച്ചു. അത് കേട്ടപ്പോൾ ആലിബാബ സന്തോഷപൂർവ്വം അതിന് സമ്മതിച്ചു. അടുത്ത വെള്ളിയാഴ്ച അത്താഴത്തിന് വന്നോട്ടെ എന്ന് ആലിബാബ പറഞ്ഞു. തനിക്ക് പ്രതികാരം ചെയ്യാൻ നല്ലൊരവസരം വീണ് കിട്ടിയല്ലോ എന്നോർത്തപ്പോൾ കൊള്ളത്തലവന് സന്തോഷമായി. അങ്ങനെ വെള്ളിയാഴ്ച വന്നു. കൊള്ളക്കാരൻ സദ്യക്കെത്തി. അയാൾ ആലിബാബയോട് പറഞ്ഞു, ഭക്ഷണ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഉപ്പുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ? ഹേയ്, അതൊരു ബുദ്ധിമുട്ടേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അടുക്കളയിൽ ചെന്ന് ഉപ്പ് ചേർക്കാതെ വേണം ആഹാരം ഉണ്ടാക്കുവാനെന്ന് മോർജാനയോട് പറഞ്ഞു. ഞാൻ ആഹാരമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അതൊക്കെ കളഞ്ഞ് മറ്റൊന്നും ഉണ്ടാക്കണോ? അവൾ കോപത്തോടെ ചോദിച്ചു. സാരമില്ലെന്നേ, അത് കളഞ്ഞേക്ക്.
ഖോജ ഹുസൈൻ വളരെ നല്ലൊരാളാണ്, അയാളെ മോഷിപ്പിക്കേണ്ട. ആലിബാബ മോർജിയാനയെ സമാധാനിപ്പിച്ചു. മോർജിയാന വീണ്ടും ആഹാരമുണ്ടാക്കി. മേശപ്പുറത്ത് പാത്രങ്ങൾ നിരത്തുന്ന നേരത്താണ് അവൾ അതിഥിയെ കണ്ടത്. ഇയാളെ മുമ്പെന്നോ കണ്ടിട്ടുണ്ടല്ലോ. അവൾക്ക് തോന്നി. അവൾ ഒന്നുകൂടി ആലോചിച്ചപ്പോഴാണ് അത് എണ്ണക്കച്ചവടക്കാരൻ കള്ളനാണല്ലോ എന്ന് മനസ്സിലായത്. കൂടുതൽ നിരീക്ഷിച്ചപ്പോൾ അയാൾ ഉടുപ്പിനുള്ളിൽ കത്തി ഒളിച്ചു വെച്ചിരിക്കുന്നതായി അവൾ കണ്ടു. അവൾക്ക് കാര്യം മനസ്സിലായി. കൊള്ളത്തലവൻ ആലിബാബയെ കൊല്ലാനാണ് വന്നിരിക്കുന്നത്. അതോടുകൂടി തൻ്റെ യജമാനനെ രക്ഷിക്കാൻ അവൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ആലിബാബയും മകനും അതിഥിയും ഭക്ഷണത്തിനിരുന്നു. യജമാനനെ എങ്ങനെ രക്ഷിക്കുമെന്നോർത്ത് മോർജിയാന തല പുകച്ചു. എങ്ങനെ വേഗത്തിൽ ആലിബാബയെ കൊല്ലാം എന്നാണപ്പോൾ കൊള്ളത്തലവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അച്ഛനും മകനും വീഞ്ഞു കുടിച്ചു മത്തുപിടിക്കുന്ന തക്കം നോക്കി അച്ഛനെ കൊല്ലാം. മകൻ ആ സമയത്ത് തടയാനൊന്നും കഴിയില്ല. വേലക്കാരൊക്കെ അടുക്കളയിലായതുകൊണ്ട് ആ തക്കം നോക്കി രക്ഷപ്പെടുകയും ചെയ്യാം. ഇതിനിടയിൽ നമ്മുടെ മോർജിയാന ഒരു നർത്തകിയുടെ വേഷം കെട്ടി ഭോജനമുറിയിലേക്ക് കടന്നു വന്നു. അവളുടെ അരയിൽ ഒരു ബെൽറ്റും അതിലൊരു കത്തിയും ഉണ്ടായിരുന്നു. ചെണ്ടയുമായി ഒരു വേലക്കാരനെയും ഒപ്പം കൂട്ടിയിരുന്നു. തുടർന്ന് അതിഥികളെ വിനോദിപ്പിക്കാനായി അവൾ അയാളുടെ മുമ്പിൽ നിന്ന് പാട്ടുപാടി നൃത്തം ചെയ്തു തുടങ്ങി. അതിഥികളെ നൃത്തം ചെയ്ത് രസിപ്പിക്കുക എന്നത് ആ നാട്ടിലെ ആചാരമായിരുന്നു. കച്ചവടക്കാരന് ഇത് ഇഷ്ടപ്പെട്ടില്ല. മോർജിയാനയും വേലക്കാരനും അടുത്തുള്ളപ്പോൾ തൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുകയില്ലെന്ന് കള്ളന് മനസ്സിലായി. വേലക്കാരൻ ചെണ്ട കൊട്ടുകയും പാടുകയും ചെയ്തു. മോർജിയാന നൃത്തം തുടർന്നു. കള്ളൻ ആലിബാബയെ കൊല്ലാൻ തക്കം പാർത്തിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ മോർജിയാന അരയിൽ നിന്ന് കത്തിയെടുത്തു. നൃത്തത്തിൻ്റെ ഭാഗം എന്നതുപോലെ കത്തി ആലിബാബയുടെ മാറിലും മറ്റും ചിലപ്പോൾ സ്വന്തം നെഞ്ചിലുമൊക്കെ താളത്തിനനുസരിച്ച് കുത്തുന്നതായി അഭിനയിച്ചു തുടങ്ങി. നൃത്തം തീർന്നതിൻ്റെ ഭാഗമായി അവൾ ഇടത് കൈയിൽ ഒരു താലമെടുത്തു. നർത്തകർക്ക് കാണികൾ സമ്മാനം നൽകുന്ന പതിവുണ്ട്. സമ്മാനത്തിനായി അവൾ താലം ആലിബാബയുടെ നേർക്ക് നീട്ടി. അവളുടെ വലത് കൈയിൽ അപ്പോഴും കത്തി ഉണ്ടായിരുന്നു. ആലിബാബ മോർജിയാനയുടെ താലത്തിൽ ഒരു സ്വർണ്ണ നാണയം വെച്ചു. അയാളുടെ മകനും അവൾക്ക് സമ്മാനം നൽകി. അവൾ താലം ഖോജ ഹുസൈന്റെ നേരെ നീട്ടി. അയാൾ കീശയിൽ തിരയുന്നതിനിടയിൽ മോർജിയാന കത്തി അയാളുടെ മാറിൽ കുത്തി ഇറക്കി. അയാൾ മറിഞ്ഞു വീണു. മുറിവിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകി. അല്പനേരം പിടഞ്ഞതിനു ശേഷം അയാൾ മരിച്ചു. അത് കണ്ട് ആലിബാബ കോപം കൊണ്ട് വിറച്ചു. നീ എന്താണ് ഈ ചെയ്തത്? എൻ്റെ അതിഥിയെ നീ കൊന്നു. അയാൾ അലറി. ക്ഷമിക്കണ യജമാനനെ, ഞാൻ അങ്ങയെയും കുടുംബത്തെയും രക്ഷിക്കാനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് പെട്ടെന്നവൾ കച്ചവടക്കാരൻ്റെ കൃത്രിമ വേഷങ്ങൾ ഓരോന്നായി ഊരിമാറ്റാൻ തുടങ്ങി. അപ്പോഴാണ് അതിഥി ആരാണെന്ന് ആലിബാബയ്ക്ക് മനസ്സിലായത്. കള്ളൻ! ഇത് ആ ഗുഹയിലെ കള്ളനാ. മോർജിയാന, നീ എന്നെ വീണ്ടും മരണത്തിൽ നിന്ന് രക്ഷിച്ചു. നന്ദി മോർജിയാന, നന്ദി, ആലിബാബ പറഞ്ഞു. യജമാനനെ, അയാൾ ഉപ്പ് കൂട്ടുകയില്ലെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. അയാളുടെ മതാചാരപ്രകാരം ഇവിടെ നിന്ന് ഉപ്പ് ഉപയോഗിച്ചാൽ പിന്നെ അയാൾക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഉപ്പ് ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞത്. നീ അതൊക്കെ ഓർത്തു വെച്ച് പ്രവർത്തിച്ചല്ലോ. നന്ദി മോർജിയാന. ആലിബാബയ്ക്ക് അവളോട് എത്ര നന്ദി പറഞ്ഞിട്ടും മതിയായില്ല. നീ സ്വതന്ത്രയാണല്ലോ. ഇനി നിനക്ക് ഞാനൊരു സമ്മാനം തരാൻ പോവുകയാണ്. നിന്നെ ഞാൻ എൻ്റെ മരുമകളാക്കാൻ തീരുമാനിക്കുന്നു. മോർജിയാനയ്ക്ക് വലിയ സന്തോഷമായി. പിറ്റേന്ന് കൊള്ളക്കാരെ കുഴിച്ചിട്ടതിൻ്റെ അടുത്തൊരു കുഴികൂടി ഉണ്ടാക്കി. അതിൽ കൊള്ളത്തലവനെയും കുഴിച്ചു മൂടി. മോർജിയാനയും ആലിബാബയുടെ മകനുമായുള്ള വിവാഹം ആർഭാടത്തോടെ നടന്നു. അടിമയായ മോർജിയാനയെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച ആലിബാബയുടെ മഹാമനസ്കതയെ എല്ലാവരും പുകഴ്ത്തി. കുറേ നാൾ കഴിഞ്ഞ് ആലിബാബ വീണ്ടും ഗുഹയിലേക്ക് പോയി. ആരും കടക്കാതെ ആ ഗുഹ അനാഥമായി പൊടി പിടിച്ചു കിടന്നിരുന്നു. അതോടെ കള്ളന്മാരിൽ ഒരുത്തനും ബാക്കിയില്ലെന്ന് ആലിബാബയ്ക്ക് ഉറപ്പായി. അതുകൊണ്ട് കഴിയുന്നത്ര സ്വർണവും കൊണ്ടാണ് അയാൾ മടങ്ങിയത്. പിന്നീട് നാളുകൾക്ക് ശേഷം ആലിബാബ മകനെയും കൂട്ടിക്കൊണ്ട് ഗുഹയിലേക്ക് ചെന്ന് എല്ലാ സ്വത്തുക്കളും എടുത്ത് തിരികെ വന്ന് സുഖമായി ജീവിച്ചു. ഹായ് കൂട്ടുകാരെ, ആലിബാബയും 40 കള്ളന്മാരും കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കൂട്ടുകൂടാൻ മറക്കല്ലേ. പിന്നെ അടുത്ത കഥകളുമായി അടുത്ത ദിവസങ്ങളിൽ കാണുന്നത് വരെ ബൈ.